ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടെയാണ്? സ്വർഗം പാർക്കിൽ എന്നതാണ്. ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ നിന്ന് പെട്ടെന്നൊരു മാങ്ങ വെച്ചു. ഇപ്പം കിട്ടിയ മാങ്ങ. അപ്പം ഇവിടെ ഫിഷിങ് ഉണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ഫിഷ് ചെയ്താൽ ഗായ്സ്, അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഈ റൈഡിൽ കയറി. എൻ്റെ അമ്മ എൻ്റെ ഉപ്പാടാളായി പോയി ഗൈസ്. ഒറ്റയ്ക്കാ ചേട്ടനാണ് എന്നെ അവിടെ ആക്കിയത്. ഗൈസ്, ഇത് പാറുട്ടി ഒറ്റയ്ക്കാണ് നിയന്ത്രിക്കുന്നത്. ഒരേ ഒരു യാത്രക്കാരി മാത്രം. പറ്റുന്നില്ല. പാറുട്ടി ശരിക്കും പേടിച്ചിട്ടുണ്ട്. അയ്യോ എൻ്റെ അമ്മോ. കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ജന്മത്തിൽ കയറില്ല. അയ്യോ, അത് ഒറ്റയ്ക്ക് കഴിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പോരാടി. നമുക്ക് പക്ഷികൾ കുറെ പക്ഷികൾ നോക്കാം. എന്നിട്ട് എനിക്ക് അതിനകത്ത് കയറണം. ഞാനൊരൊറ്റ ഒരാളെ അമ്മയ്ക്ക് പറ്റും. അമ്മയ്ക്ക് കൊടുക്കത്തെ പേര്. നമുക്ക് മറ്റേ ഇത് പക്ഷി ബേർഡ്സ്. പപ്പൂസ് മൂഡ് ഔട്ട്. പപ്പൂസ് കിറ്റി. പപ്പൂസ് വീഡിയോയില് പണ്ടുണ്ടല്ലോ വെറുതെ ക്യാമറ ഓൺ ആക്കി ഹലോ ഗൈസ് എന്ന് പറയുന്ന ആളാണ്. എല്ലാത്തിനും പൈസ ആണ്. കയറാൻ മാത്രം 40. അതെ, കയറാം ഗൈസ്. ചേട്ടന്മാരെ അച്ഛ പറ്റിച്ചു. യെസ്, അമ്മേ. അയ്യോ അച്ഛാ നോക്ക്. പാമ്പ് ഗൈസ്. കയ്യിലെടുക്കാം. ഒരു പക്ഷി കുട്ടീനെ കയറൂ. വരില്ല. ഇവരൊന്നും വരുന്നില്ല. ഇണങ്ങുന്ന ആൾക്കാരല്ല.
ഭയങ്കര പേടിയുള്ള സാധനം അത്. എനിക്ക് ഒട്ടിക്കുന്ന പേടിയാണ്. അച്ഛ മതി അച്ഛ. പാമ്പിനൊന്ന് നോക്കടാ. മോന നല്ല ധൈര്യമുള്ളല്ലേ, ഒന്നും ആക്കില്ല. ചെറുതിനാക്കിയോ? ഇതിനെന്താ പറയാ? ഫിഗ്വാനയോ? തുറാറായ നോക്കിയതാ. എന്റെ അമ്മോ, എടാ ഇതിനൊന്ന്. അയ്യോ, വീഡിയോ ആണേ. വ്ലോഗ് മറന്നു കൈ. ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി ഇത്രയും നേരം ആ പക്ഷികളുടെ കൂടെ കളിക്കായിരുന്നു. പക്ഷേ അത് ഞാൻ വീഡിയോ എടുത്തില്ല. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അതൊക്കെ കാണിച്ചിരുന്നു ലാസ്റ്റ്. ഓക്കെ, നമുക്ക് അമ്മയ്ക്കാവും അത് കണ്ടോ, അതാണോ അതിനകത്ത് ഊഞ്ഞാലത്ത് കറങ്ങുന്നത് കാരണം. അച്ഛാ എനിക്ക് കറങ്ങുന്നതിൽ കാരണം അച്ഛേ അത് റെഡ് എന്താ അച്ഛ വാ അതിനകത്ത് കേറാ. അച്ഛ കേറടിക്ക്. ഞാൻ ഒറ്റയ്ക്ക് പപ്പൻ എന്തില് അച്ഛ കേറിക്കച്ചേ. പൈസ ശരിക്കും പേടിയാണ്, എന്നിട്ട് അഭിനയിക്കില്ല.
മീൻ പിടിക്കുന്നതാണിത്. എത്ര മീൻ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. കിട്ടിയില്ലെങ്കിൽ ഞാൻ അമ്മേനെ ഫ്രൈ ചെയ്യും, അത്രേ ഉള്ളൂ. ആ ഡയലോഗ് ഒന്നും കൂടെ പറയച്ചേ. വേണ്ട. ഓ വാള വാ വാ വേണ്ട ആ അതെ അതെ എത്രയോ അങ്ങനെ ഞങ്ങൾക്കൊരു ചക്ക മീനെ കിട്ടി. ചക്ക മീൻ അടുക്കി വെച്ചു. പിന്നെ ഞാൻ 4 മീൻ പിടിച്ചു. 4 മീൻ ഞാൻ ഒരെണ്ണത്തിന് പിടിച്ചു, ബാക്കിയുള്ള ഞാൻ പിടിച്ചു. ഒരെണ്ണം എൻ്റെ മീൻ അല്ല എല്ലാം 5 മീൻ അല്ല 6 മീൻ പിടിച്ചില്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ 5 പിടിച്ചു. 6 മീനെ പിടിച്ചു. ഒരെണ്ണത്തിന് പാമ്പ് ഞങ്ങൾ റിലീസ് ചെയ്തു. പിന്നെ വീണ്ടും കറി കിട്ടിയപ്പോൾ ഞാൻ റിലീസ് ചെയ്തില്ല, ചക്ക മീനെ കിട്ടാത്തതുകൊണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് എടാ ഇതിന് നമുക്ക് ഏതും എന്താ പുഴയോ അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് ഓക്കെ വേണം. ഞങ്ങളങ്ങനെ തിരിച്ചു പോവാണ്. സ്വർഗം സഫരിയാണ് ബേബി. ഞങ്ങൾ വന്നപ്പോൾ ഒരൊറ്റ കുട്ടികളുണ്ടല്ലോ. സ്വർഗം നമുക്ക് ഇതാണ് ഗൈസ്, ഗിഫ്റ്റ്. സ്വർഗം നമുക്ക് ഗിഫ്റ്റ് ചെയ്തു. നമുക്ക് ചേട്ടൻ പിടിച്ചാൽ കേട്ടോ, പിടിച്ചല്ല എന്നാലും നമ്മൾ ഷോ കാണിച്ച് നടക്കില്ല അല്ലേ. കുറച്ച് കുട്ടികൾ നമ്മൾ നോക്കിയിടും. എന്നിട്ട് നമ്മളെല്ലാം കഴിഞ്ഞപ്പോൾ 7 days പോവാം. ബുക്കൊക്കെ പർച്ചേസ് ചെയ്യണം. എനിക്ക് പർച്ചേസ് ചെയ്യാനുള്ളൊരു മോഡെ നല്ലോണം ഉണ്ട്. ആഹാ എനിക്കുണ്ട്, ഞാൻ പർച്ചേസ് ചെയ്യും. കുറച്ച് മുടിങ്ങിനുണ്ട്. ഇപ്പം നമ്മൾ ബ്ലോക്കിലല്ല ഒരു പെട്ട് കിടക്കാണ്. നമുക്ക് ഈ പെട്ട് കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ആ വണ്ടി വേണ്ട നമുക്ക് പോകാൻ പറ്റില്ല. ഓ സോറി, ഇതാ ഇതെവിടെ എത്തിയ സ്ഥലം? അച്ഛൻ സ്വർഗം എവിടെയാ? സ്വർഗം അത്രേ ഉള്ളൂ. സ്വർഗം ബത്തേരി അമ്മായിപ്പാലത്തിൻ്റെ അവിടെ. അമ്മായിപ്പാലം ബത്തേരി വന്നിട്ട് അമ്മായിപ്പാലം, എന്നിട്ട് അമ്മായിപ്പാലത്തിൻ്റെ അടുത്തല്ലേ ഒരു മീൻ മാർക്കറ്റിൻ്റെ അവിടെ ഒരു മണ്ണിട്ട റോഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ബേർഡ്സിനെ എല്ലാത്തിനും കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ് ബൈ ഫാമിലി.